ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പി റേഷ്യോ, ഫണ്ടമെന്റൽ റേഷ്യോസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു, ഫണ്ടമെന്റൽ റേഷ്യോസ് എങ്ങനെ ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റേഷ്യോസ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പി റേഷ്യോ, ബുക്ക് റേഷ്യോ അതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന്. അതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് ജോജി, ഞാനൊരു ഇൻവെസ്റ്ററാണ്. ഞാൻ NRI ആണ്. NRI ആയിരുന്നുകൊണ്ട് എങ്ങനെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഏകദേശം 15,000 രൂപ മുതൽ പ്രോഫിറ്റ്, 10,000 rupees പ്രോഫിറ്റ് ടു 10 lakhs rupees പ്രോഫിറ്റ്, അറൗണ്ട് 10 lakhs rupees പ്രോഫിറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട്. അപ്പം എല്ലാ മാസവും ഒരു SIP പോലെ ഒരു 20,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും നല്ലൊരു പ്രോഫിറ്റും ഉണ്ടാക്കുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുമോ, അല്ലെങ്കിൽ വീഡിയോ താരം കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ പലരും റിക്വസ്റ്റ് ബേസ് ചെയ്ത് ഇപ്പം ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതാണ്. അതിലൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഒരു പെയ്ഡ് ക്ലാസ്സാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അത് ഡീറ്റെയിൽസൊക്കെ അതിലൂടെ അറിയാം. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ വീഡിയോ സ്ട്രക്ചറാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് എന്താണ് പി റേഷ്യോ, ദ മീനിങ് ഓഫ് പി റേഷ്യോ, പിന്നെ എങ്ങനെയാണ് പി റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, പിന്നെ അടുത്ത കാര്യം എന്തൊക്കെ ടൈപ്പിൽ പി റേഷ്യോസ് ഉണ്ട്, പിന്നെ പി റേഷ്യോ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇതിനകത്ത് എൻ്റെ വ്യൂ എന്താ, ഈ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, കോൺസെപ്റ്റ് മനസ്സിലാവും. വീഡിയോ പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഇതൊരു ജസ്റ്റ് ഒരു പ്യുവർ എഡ്യൂക്കേഷൻ പർപ്പസാണ്. അപ്പം നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാകും. അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പം പി റേഷ്യോ എന്ന് പറയുന്നത്, P stands for market price and E stands for earning per share. അപ്പം പിയും കൊണ്ട് നമുക്ക് മീൻ ചെയ്യുന്നത്, നമുക്ക് ആക്ച്വലി പി കൊണ്ട് നമുക്കൊരു കമ്പനിയെ വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒറ്റ കമ്പനി ആയിരുന്ന മീൻസ് ഒരു ഇൻട്രസ്റ്റിലുള്ള 2 കമ്പനി അങ്ങനെ വേണം, അല്ല ഒരു കമ്പനി മാത്രമായിട്ട് നമുക്ക് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 കമ്പനിയുടെ വാല്യുവേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ. അപ്പോൾ പി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാർക്കറ്റ് ഷെയർ പ്രൈസ് ഡിവൈഡ് ബൈ ഏണിംഗ് ഓഫ് ഷെയർ. അപ്പം ഏണിംഗ് ഓഫ് ഷെയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാണ്. ബിക്കോസ് മാർക്കറ്റ് പ്രൈസ് എല്ലാവർക്കും അറിയാം, നോർമൽ ഉണ്ടാകുന്ന മാർക്കറ്റിലെ ഒരു ഷെയറിൻ്റെ പ്രൈസ് ബൈ EPS. അപ്പം ഏണിംഗ് പെർ ഷെയർ അതിനകത്ത് തന്നെ ഉണ്ട് ഒരു ഷെയറിൽ ഒരു കമ്പനി എത്ര രൂപ ഏൺ ചെയ്യുന്നു. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കുള്ള ഇക്വേഷനാണ് പാറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. പാറ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ബോട്ടം ലൈൻ ഗ്രോത്ത്. നമുക്ക് ടോപ്പ് ലൈൻ ഗ്രോത്ത് ഉണ്ട്, ബോട്ടം ലൈൻ ഗ്രോത്ത് ഉണ്ട്. അപ്പം ബോട്ടം ലൈൻ ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം സേ ഇറ്റ് ഈസ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ബോട്ടം ലൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 lakh ആണെന്ന് വിചാരിക്കുക. 2 lakh ആണ് ബോട്ടം ലൈൻ പ്രോഫിറ്റ്. അപ്പം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പം ഈ ഒരു പ്രോഫിറ്റിൽ ഏതൊക്കെ എത്ര ഷെയർസിന് അവകാശമുണ്ട്, അല്ലെങ്കിൽ അതാണ് ഇതിനകത്ത് മെയിൻ EPS, ഏണിംഗ് പെർ ഷെയർ. അപ്പം ഒരു ഷെയറിൽ എത്ര വെച്ച് നമുക്കിത് കിട്ടും. അപ്പം അറിയാൻ വേണ്ടി നമ്മൾ കമ്പനി നമ്പർ ഓഫ് ഷെയർസ് നോക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തത് 2000 ആണ് എടുത്തേക്കുന്നത്. അപ്പം 20,000 ഡിവൈഡ് ബൈ 2,000 എന്ന് വെച്ചാൽ 10 rupees കിട്ടും EPS. ഏണിംഗ് പെർ ഷെയർ ഇസ് ഈക്വൽ ടു 10 rupees ആണ്. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പഴയ ഇക്വേഷനിൽ PE നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിന് നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുക്കുക 100 രൂപ, 100 rupees കൊടുക്കും. അപ്പം 100 ഡിവൈഡ് ബൈ 10 കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 rupees കിട്ടും. അപ്പം നമ്മുടെ ഇവിടുത്തെ PE റേഷ്യോ 10 ആണ്. അപ്പം ഈ 10 എന്ന് വെച്ചാൽ എന്താണ്, ഗുഡാണോ ബാഡാണോ, ഇതൊന്നും നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് ഒരു
കമ്പനി ഇവാലുവേറ്റ് ചെയ്യാൻ അതിന് കമ്പാരിസൺ വേണം, 2 കമ്പനി വേണം. അല്ലാതെ ഒറ്റ കമ്പനിയെ വെച്ചിട്ട് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വഴി നോക്കാം. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക. PE10 PE30 ഉള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പം PE10 എന്ന് മീൻ ചെയ്യുന്നത് 1 രൂപ ഏൺ ചെയ്യാൻ നമ്മൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1 രൂപ കിട്ടത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് PE10 മീൻ ചെയ്യുന്നത്. PE10 എന്ന് വെച്ചാൽ നമുക്ക് 1 രൂപ ലാഭം കിട്ടാൻ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് PE30 എന്ന് പറയുന്നത്? 1 രൂപ ലാഭം ഉണ്ടാക്കാൻ നമുക്ക് 30 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മളൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഏതാണ് ലാഭം? അതായത് നമ്മൾ 1 രൂപ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1 രൂപ ഉണ്ടാക്കിയാൽ 10% പ്രോഫിറ്റ്. 30 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1 രൂപ ഉണ്ടാക്കിയാൽ 3.3% പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് 3.3% പ്രോഫിറ്റ് ആണോ 10% പ്രോഫിറ്റ് ആണോ നമുക്ക് ലാഭം? അപ്പോൾ നമുക്ക് 10%. അപ്പം PE ചെറുതായിരിക്കുന്നതാണ് ഐഡിയലി നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് മനസ്സിലായിരിക്കുന്നു. PE ചെറുതായിരിക്കുന്നത്, അതായത് 10 രൂപ PE10 എന്ന് പറയുമ്പോൾ നമ്മൾ 1 രൂപ ഏൺ ചെയ്യാൻ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. PE30 എന്ന് പറയുമ്പോൾ നമ്മൾ 1 രൂപ ഏൺ ചെയ്യാൻ 30 രൂപീസ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഐഡിയൽ കേസ് എന്ന് പറയുന്നത് PE എപ്പോഴും ലോവർ ആയിരിക്കുന്നതാണ് ബെറ്റർ. അപ്പം കമ്പനി എയോ ബിയോ നമുക്ക് ലാഭകരമായിട്ട് തോന്നുന്നത് നമ്മൾ A എന്ന് പറയും. പക്ഷേ ഇതല്ല ആക്ച്വൽ സിനാരിയോ. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു. ഈ ലോ PE ഉള്ള കമ്പനി എന്ന് വെച്ചാൽ ചീപ്പർ വാല്യുവേഷൻ ഉള്ളതാണ്. വാല്യുവേഷനിൽ ചീപ്പറാണ്, നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഹൈ PE എന്ന് വെച്ചാൽ ഇറ്റ്സ് എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്നത് ഇൻവെസ്റ്റേഴ്സിന് നല്ലതല്ല എന്നൊരു ഇതില്ല. ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമേ ഉള്ളൂ PE വെച്ചിട്ട്. നമുക്ക് അതൊരു വേറൊരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് A എന്നും B എന്നൊരു കമ്പനി ഉണ്ട്. എയുടെ ഷെയർ പ്രൈസ് 60 രൂപീസും ബിയുടെ ഷെയർ പ്രൈസ് 10 രൂപീസുമാണ്. ഈ AB എന്ന കമ്പനി ഒരു ഫിനാൻസ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ന്യൂ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് എപ്പോഴും ബിയിലോട്ടാണ് അവർ പോകുന്നത്. ബിക്കോസ് വാല്യൂ കുറവാണ്, അത് 10 രൂപയേ ഉള്ളൂ. പക്ഷേ അതല്ല നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ. പൈസ കുറവാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സ്റ്റോക്ക് അണ്ടർ വാല്യൂ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഏണിങ്സിനെക്കാട്ടിൽ കുറവാണെങ്കിൽ നമ്മൾ അണ്ടർ വാല്യൂ എന്ന് പറയും. അപ്പം അത് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അത് വേറൊരു കമ്പനിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാകുള്ളൂ. അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞാൽ A ആൻഡ് B. A 60 രൂപീസിൻ്റെ ഒരു ഇൻഷുറൻസ് കമ്പനി, B 10 രൂപീസ് ഇൻഷുറൻസ് കമ്പനി. സേ നിങ്ങൾ ഇതിൻ്റെ നമുക്ക് PE ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം സേ A എന്ന് വെച്ചാൽ ഒരു സിറ്റിയിൽ ഉള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള കമ്പനി. B എന്ന് വെച്ചാൽ ഒരു വില്ലേജ് കോൺസെൻട്രേറ്റ് ചെയ്ത കമ്പനി. അപ്പം സ്വാഭാവികമായിട്ടും സിറ്റിയിൽ കോൺസെൻട്രേറ്റ് കമ്പനിക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാകും, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകും. അവർ കൂടുതൽ എന്താ പറയുന്നത് ഇൻഷുറൻസ് വെച്ച് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി അവർക്കൊരു ഇറ്റ് ഈസ് 1 lakh പ്രോഫിറ്റ് പെർ ഇയർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന് എത്ര പേര് ഇതിന് ക്ലെയിം ഉണ്ട്? അതായത് EPS കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് നമ്മളുടെ എക്സാമ്പിൾ 50,000 നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുക. അപ്പം നമുക്ക് 1 lakh rupees പ്രോഫിറ്റും 50,000 അതിൻ്റെ ഒരു എന്താ പറയുക നമ്പർ ഓഫ് ഷെയർസ് നോക്കും. അപ്പോൾ നമുക്ക് EPS എന്ന് പറഞ്ഞാൽ 2 rupees എന്ന് കിട്ടി. അപ്പോൾ ഞാൻ നേരെ PE റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 60 ഡിവൈഡ് ബൈ 2, 60 എന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ പ്രൈസ് ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ നമുക്ക് 30 കിട്ടി. അപ്പം ഇത് ദാറ്റ്സ് മീൻ എന്ന് വെച്ചാൽ 30 ടൈംസ് ഞാൻ ഇതിൻ്റെ ഏണിങ്ങിനെക്കാട്ടിലും പൈസ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷെയറിന്. ഓക്കെ, 30 ടൈംസ്. നമ്മുടെ പഴയ മറ്റേ കമ്പനി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഏണിങ്സ് അതൊരു വില്ലേജ് ഏരിയയിലുള്ള ഏണിങ്. അപ്പോൾ അതിൻ്റെ ഒരു പെർ ഇയർ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 എടുക്കുക. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഷെയർസും 10,000 എടുക്കുക. അപ്പോൾ അതിൻ്റെ EPS 1 ആയി. അപ്പം PE = 10 ഡിവൈഡ് ബൈ 1 = 10 rupees. അപ്പം 10 ടൈംസ് അതിന് നമ്മൾ പൈസ കൊടുക്കണം അതിൻ്റെ EPS-മായിട്ട്. അതിൻ്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിൻ്റെ 1 രൂപ എക്സ്ട്രാ പൈസ 10 rupees നമ്മൾ കൊടുക്കണം, നമുക്ക് 1 രൂപ ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഏതാണ് ലാഭം? നമുക്ക് B ആണ് ലാഭം. ഐഡിയലി B ആണ് ലാഭം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് 1 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 10% പ്രോഫിറ്റ് കിട്ടും. മറ്റേതാകുമ്പോൾ 30 ആണ്.
30 ടൈംസ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ 1 രൂപ ഏൺ ചെയ്യാൻ 30 രൂപ ഇട്ടാൽ നമുക്ക് 3.33% പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ പി റേഷ്യോ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കൊരു കമ്പനി നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ പി റേഷ്യോ എപ്പോഴും കുറവായിരിക്കും. ഗ്രോത്ത് പൊട്ടൻഷ്യൽ കുറവായിട്ടൊരു കമ്പനി സേ ഇറ്റ് ഈസ്, നിങ്ങൾ എക്സാമ്പിൾ കണ്ട പോലെ എ എന്നുള്ള കമ്പനി 60 rupees ഉള്ള കമ്പനി ഒരു ഫിനാൻസ് കമ്പനിയാണല്ലോ. അപ്പം നിങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോമൊബൈൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. സേ ഇറ്റ് ഈസ് ബജാജ് ഫിനാൻസ് എക്സാമ്പിളാണ് കേട്ടോ, ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ അവർക്ക് ഡയറക്റ്റ് അവരുടെ സെയിൽസ് അവരുടെ ഓട്ടോ വഴി അവരുടെ ബജാജ് ഓട്ടോയിൽ കൂടെ സെയിൽസ് കൂടുതൽ പോകും. അപ്പോൾ അതൊരു സ്പെഷ്യൽ കേസാണ്. അവർക്ക് കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റും. ഒരു വണ്ടി പോയാൽ അവർക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റും, മറ്റവർക്ക് അത്രയും പറ്റത്തില്ല. അപ്പം ഇവിടെ അവർക്ക് ബിസിനസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഹൈ പി ആണെങ്കിൽ വില്ലിങ് ടു പേ, അതായത് അത്രയും 1 രൂപ ഏൺ ചെയ്യാൻ നമ്മൾ 30 rupees കൊടുത്തും ഏൺ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് റെഡി ആയി നിൽക്കുന്നത് അതുകൊണ്ടാണ്.